ഹായ് എവരി വൺ, വെൽക്കം ടു സ്റ്റഡി മീറ്റ്. ഈയൊരു വീഡിയോയിൽ TJS ജോർജ് എഴുതിയ തീർത്ഥയാത്ര എന്ന സഞ്ചാര സാഹിത്യത്തെക്കുറിച്ചാണ്. സഞ്ചാരികളായ മനുഷ്യർ തൻ്റെ യാത്രാനുഭവങ്ങൾ രേഖപ്പെടുത്താൻ തുടങ്ങുമ്പോഴാണ് സഞ്ചാര സാഹിത്യം ആരംഭിക്കുന്നത്. BC 8-ാം ശതകത്തിൽ എഴുതപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന ഗിൽമേഷ് ആണ് ലോകത്തിലെ ആദ്യത്തെ സഞ്ചാര സാഹിത്യകൃതിയായി അറിയപ്പെടുന്നത്. TJS ജോർജ് 1973 വിയറ്റ്നാമിൽ നടത്തിയ സന്ദർശനത്തെ ആസ്പദമാക്കി എഴുതിയ യാത്രാവിവരണമാണ് ഹോജിമിൻ്റെ നാട്ടിലെന്നത്. അതിൽ 12 അധ്യായങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിലെ 9ാമത്തെ അധ്യായമാണ് തീർത്ഥയാത്ര എന്ന പേരിലുള്ളത്. അതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ലേഖകൻ സന്ദർശിക്കുന്ന കാലത്ത് വിയറ്റ്നാം വടക്കൻ വിയറ്റ്നാം എന്നും തെക്കൻ വിയറ്റ്നാം എന്നും രണ്ടായി കിടക്കുകയായിരുന്നു. ഹനോ ആയിരുന്നു വടക്കൻ വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായി അറിയപ്പെടുന്നത്. അമേരിക്കയുമായുള്ള യുദ്ധശേഷം വടക്കൻ വിയറ്റ്നാമും തെക്കൻ വിയറ്റ്നാമും ഒന്നിച്ച് ഇന്നത്തെ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം ആയി തീരുകയാണ് ഉണ്ടായത്. വടക്കൻ വിയറ്റ്നാമിലെ സന്ദർശനത്തിനു ശേഷം PRGയുടെ നേതൃത്വത്തിലുള്ള തെക്കൻ വിയറ്റ്നാമിലേക്കുള്ള യാത്രയാണ് തീർത്ഥയാത്ര എന്ന അധ്യായത്തിൽ വിവരിക്കുന്നത്. യാത്രയ്ക്കായി നടത്തുന്ന തയ്യാറെടുപ്പുകളുടെ വിവരണത്തോടെയാണ് അധ്യായം ആരംഭിക്കുന്നത്. എഴുത്തുകാരൻ്റെയും സഹയാത്രികനായ രാഘവൻ്റെയും സഹായത്തിനായി കൂടെയുണ്ടായിരുന്ന മാനേജരും ഫുങ്ങും ഹിങ്ങും PRGയിലേക്കുള്ള യാത്രയ്ക്കുള്ള അനുമതി ലഭിക്കുന്നത് ഉറപ്പാക്കുന്നതുവരെ അക്കാര്യം അവരെ അറിയിച്ചിരുന്നില്ല. ഏതെങ്കിലും പരിപാടി പൂർണ്ണമായി നിശ്ചയിച്ചു കഴിഞ്ഞല്ലാതെ അതിഥികൾക്ക് ആശ കൊടുക്കരുതെന്നായിരുന്നു അവരുടെ നയം. ദക്ഷിണ വിയറ്റ്നാമിൻ്റെ കാര്യത്തിൽ നയതന്ത്രപരമായ ചട്ടങ്ങളും ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ഔദ്യോഗികമായി ദക്ഷിണ വിയറ്റ്നാം എന്നുവെച്ചാൽ കമ്മ്യൂണിസ്റ്റ് അധീനതയിലുള്ള ഭാഗങ്ങൾ ഉത്തര വിയറ്റ്നാമിൽ നിന്നും വേർപെട്ടൊരു സ്വതന്ത്ര രാജ്യമാണ്. ലേഖകൻ സന്ദർശിക്കുന്ന ആ ഒരു സമയത്ത് വടക്കൻ വിയറ്റ്നാമും തെക്കൻ വിയറ്റ്നാമും രണ്ടായി കിടക്കുകയായിരുന്നു. പിന്നീട് അമേരിക്കയുമായുള്ള യുദ്ധശേഷമാണ് വടക്കൻ വിയറ്റ്നാമും തെക്കൻ വിയറ്റ്നാമും ഒന്നിക്കുന്നത്. താൽക്കാലിക വിപ്ലവ സർക്കാർ, പ്രൊവിഷണൽ റവല്യൂഷണറി ഗവൺമെൻറ് അല്ലെങ്കിൽ PRG ആണ് പരമാധികാരം നടത്തുന്നത്. ദക്ഷിണ വിയറ്റ്നാമിൽ പോകണമെന്നുള്ളവർക്ക് അവിടുത്തെ ഗവൺമെൻറ്റായ PRGയോട് അനുവാദം ചോദിക്കണം. ഹനോയിലെ ഗവൺമെൻറ്റിന് ഔദ്യോഗികമായി ഒന്നും ചെയ്യാനുള്ള അധികാരമില്ല. വടക്കൻ വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമാണ് ഹനോ എന്ന് പറയുന്നത്. മറ്റു രാജ്യങ്ങളെപ്പോലെ PRGയും ഹനോയിൽ ഒരു സ്ഥാനപതിയെ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ സ്ഥാനപതിയെ സന്ദർശിക്കുന്നു. അതിനെ തുടർന്നാണ് അവർക്ക് അനുമതി ലഭിക്കുന്നത്. എന്നാൽ യാത്ര ഉറപ്പാക്കുന്നതുവരെ മാനേജരും ഫുങ്ങും അക്കാര്യം രഹസ്യമായി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. യാത്രയുടെ തലേ ദിവസമാണ് അവരെ PRGയിലേക്കുള്ള പോകുന്ന വിവരം അറിയിക്കുകയും യാത്രയ്ക്കായി തയ്യാറെടുപ്പ് നടക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. സമാധാന ഉടമ്പടി കഴിഞ്ഞ് വളരെ ചുരുക്കം പത്രപ്രവർത്തകരെ ദക്ഷിണ വിയറ്റ്നാമിൽ പോയിട്ടുള്ളൂ. അതായത് അമേരിക്കയുള്ള യുദ്ധത്തിന് ശേഷം വളരെ ചുരുക്കം പത്രപ്രവർത്തകരെ ദക്ഷിണ വിയറ്റ്നാമിൽ പോയിട്ടുള്ളൂ. അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. കമ്മ്യൂണിസ്റ്റ് അല്ലാതുള്ള രാജ്യങ്ങളിൽ നിന്ന് പോകുന്ന ആദ്യത്തെ ലേഖകനാണ് നമ്മുടെ എഴുത്തുകാരൻ TJS ജോർജ്. മാത്രമല്ല വെടിനിർത്തൽ കരാർ കഴിഞ്ഞെങ്കിലും യുദ്ധമേഖലയായി തന്നെ തുടരുന്ന രാജ്യമാണ് ദക്ഷിണ വിയറ്റ്നാം എന്ന പ്രാധാന്യവും ഉണ്ട്. അപ്പോൾ അവർ പോകാൻ വേണ്ടിയിട്ട് പാസ്പോർട്ടുകൾ ശേഖരിച്ച് മാനേജർ PRG സ്ഥാനമന്ദിരത്തിൽ പോയി വിസ വാങ്ങി 10 ദിവസമെങ്കിലും വെളിയിൽ താമസിക്കാൻ തയ്യാറായിക്കൊള്ളണമെന്ന് പറഞ്ഞു. യാത്ര കുറച്ച് ദുർഘടമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് വെളുക്കെ ചിരിച്ചു. അപ്പം അമേരിക്കയായിട്ടുള്ള യുദ്ധത്തിന് ശേഷം അമേരിക്ക ബോംബിട്ട് നശിപ്പിച്ച വഴികളിലൂടെയാണ് ഈ യാത്ര പോകുന്നത്. അതുകൊണ്ട് തന്നെ യാത്ര കുറച്ച് ദുർഘടമായിരിക്കുമെന്ന് മാനേജർ മുൻകൂട്ടി പറഞ്ഞിരുന്നു. ആ ചിരിയുടെ അർത്ഥം ഉടനെ മനസ്സിലായില്ല. യാത്രയുടെ തലേ ദിവസം മുറിയിൽ കിടന്ന് വിശ്രമിക്കണമെന്ന് പറഞ്ഞപ്പോഴും വിശേഷിച്ചൊന്നും സംശയിച്ചില്ല. രാവിലെ യാത്രയ്ക്ക് തയ്യാറായി ഹോട്ടലിൽ നിന്നിറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ചകൾ മനസ്സിൽ ആദ്യമായി സ്വല്പം കുഴപ്പമുണ്ടാക്കി. പച്ച കാറില്ലായിരുന്നു, ജീപ്പുകൾ മാത്രമാണ് തെക്കൻ യാത്രയ്ക്ക് പോകുന്നത്. ഹിങ്ങിൻ്റെ ജീപ്പ് ഞങ്ങളെ കാത്തുകിടന്നിരുന്നു. ഹിങ് ഇവരുടെ ജീപ്പ് ഡ്രൈവറാണ്. അടുത്തൊരു ജീപ്പിൽ അരി, പഴങ്ങൾ, ജീവനുള്ള 4 കോഴികൾ, 100 കുപ്പി ബിയർ, വെള്ളം, 1/2 ഡസൻ പിക്നിക് ലഞ്ച് പെട്ടികൾ, മണ്ണെണ്ണ, സ്റ്റൗ ഇവയൊക്കെ കരുതിയിരുന്നു. മൂന്നാമതൊരു ജീപ്പും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് വെളുപ്പിന് യാത്ര തിരിച്ചിരുന്നു. അത് നിറയെ പെട്രോൾ ടിന്നുകളായിരുന്നു. വിയറ്റ്നാമിൽ പെട്രോൾ പമ്പുകളില്ല. വഴി നീളെ രഹസ്യ സ്ഥലങ്ങളിൽ
പെട്രോൾ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ഓരോ വകുപ്പിൻ്റെയും മാനേജർമാർക്ക് അവരവരുടെ രഹസ്യ ഡിപ്പോകൾ അറിയാം. അവിടെ പോയി പെട്രോൾ അടിച്ചു കൊള്ളണം. ചില പ്രത്യേക യാത്രകൾക്ക് കൂടുതൽ പെട്രോൾ ഹനോയിൽ നിന്ന് തന്നെ കരുതുന്നു. അതിഥികൾക്ക് മാർഗതടസ്സം വരാൻ പാടില്ലെന്നുള്ളതാണ് ഈ മുൻകരുതലിന് കാരണം. അങ്ങനെ ഒരു പെട്രോൾ ജീപ്പിൻ്റെയും ഒരു ഭക്ഷണ ജീപ്പിൻ്റെയും അകമ്പടിയോടെ അവർ തെക്കോട്ടേക്ക് തിരിച്ചു. യാത്രയ്ക്കായി ഒരുക്കിയ വാഹനങ്ങളും ആഹാര സാധനങ്ങളും കണ്ടപ്പോൾ തന്നെ യാത്ര ദുഷ്കരമായിരിക്കാമെന്ന് ആശങ്ക തോന്നിയതായി എഴുത്തുകാരൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഹനോയിൽ നിന്ന് ദക്ഷിണ വിയറ്റ്നാമിലേക്കുള്ള വഴികളാണ് അമേരിക്കൻ വിമാനങ്ങളുടെ ഏറ്റവും ഭയങ്കരമായ ബോംബാക്രമണങ്ങൾക്കു വിധേയമായത്. ഈ വഴികളിൽ കൂടി കടത്തിക്കൊണ്ടുപോയിരുന്ന യുദ്ധസാമഗ്രികൾ തെക്കൻ പ്രദേശങ്ങളിൽ എത്തിയില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ യുദ്ധത്തിൽ തോൽക്കുമെന്നായിരുന്നു അമേരിക്കയുടെ പ്രതീക്ഷ. സംഗതി വാസ്തവമായിരുന്നു. പക്ഷേ അമേരിക്കൻ ശാസ്ത്രത്തിൻ്റെ പരമാവധി കഴിവുകൾ ഉപയോഗിച്ചിട്ടും റോഡുകൾ അടച്ചുപൂട്ടാൻ കഴിഞ്ഞില്ല. ഇവിടെ വിയറ്റ്നാമിൻ്റെ ശക്തിയോട് കൂടിയിട്ടുള്ള പോരാട്ടം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ റോഡുകൾ എത്ര ദുർഘടവും അപായകരവുമാണെന്ന് വായിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ലോകപ്രസിദ്ധമായ ഹോച്ചിമിൻ ട്രെയിൻ എന്ന് പറയുന്നത് ഹോച്ചിമിൻ നാട്ടുവഴികൾ കാടുകളും പർവ്വതങ്ങളും താണ്ടി വിയറ്റ്നാമിൻ്റെ തെക്കേ അറ്റം വരെ ചെന്നെത്തുന്നു. ഈ നാട്ടുവഴി നശിപ്പിക്കുവാൻ അമേരിക്ക എത്ര നാൾ എന്തെല്ലാം പണികൾ നോക്കിയതാണ്. പ്രാവശ്യം കൃത്രിമമായ മഴയുണ്ടാക്കി. കനത്ത മഴ പെയ്താൽ വഴിയിൽ ചെളി നിറഞ്ഞ് വാഹനങ്ങൾ നിന്നുപോകും. എന്നിട്ടും വിയറ്റ്നാമികൾ എങ്ങനെയോ വണ്ടി നിർത്താതെ ഓടിച്ചു. വരൾച്ച പിടിച്ചു നശിക്കുന്ന നാടുകളിൽ മഴയുണ്ടാക്കാൻ അമേരിക്കയ്ക്ക് സമയമില്ല. ഇവിടെ ടെക്നോളജിയെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം തിന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അമേരിക്ക ഉപയോഗിക്കുന്നത്. എന്നിട്ടും അതിലൊന്നും വിയറ്റ്നാമികൾ വീഴുന്നില്ല. ഒടുവിൽ ശാസ്ത്രജ്ഞന്മാരുടെ കെട്ടുകഥകളെ തോൽപ്പിക്കുന്ന ഇലക്ട്രോണിക് യുദ്ധമുറകൾ അമേരിക്ക ഇറക്കി. പട്ടാളക്കാരില്ലാത്ത യുദ്ധം. കമ്പ്യൂട്ടറാണ് വിയറ്റ്നാമികളെ നേരിട്ടത്. അനേക കോടി ഡോളർ ഗവേഷണത്തിന് ചെലവാക്കുന്ന അമേരിക്കൻ വ്യവസായ സ്ഥാപനങ്ങൾ ഹോച്ചിമിൻ നാട്ടുവഴി തകർക്കാൻ മാത്രമായുള്ള ഒരു ഉപായം കണ്ടുപിടിച്ചു. 3 അടി നീളമുള്ള ഒരു കോൽ, എയർ ഡെലിവേർഡ് സിസ്മിക് ഇൻഡ്യൂഷൻ ഡിറ്റക്ടർ എന്നറിയപ്പെട്ട ഈ ഉപകരണത്തെ ചുരുക്കത്തിൽ സെൻസർ എന്നും വിളിച്ചു പോന്നു. വെടിമരുന്നിന് ശേഷം യുദ്ധശാസ്ത്രം നേടിയ ഏറ്റവും വലിയ മുന്നേറ്റം എന്ന് അമേരിക്കയിലെ യുദ്ധപ്രിയർ അതിനെ വിശേഷിപ്പിച്ചു. നീണ്ട പേരിൻ്റെ അർത്ഥം, അതായത് എയർ ഡെലിവേർഡ് സിസ്മിക് ഇൻഡ്യൂഷൻ ഡിറ്റക്ടർ, ചുരുക്കത്തിൽ സെൻസർ എന്നും വിളിക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആകാശത്തുകൂടെ ചെന്ന് ഭൂമിയുടെ അന്തർഭാഗത്തു വലിഞ്ഞു കയറി കണ്ടുപിടിക്കുന്നവൻ എന്നാണ്. കണ്ടുപിടിക്കുന്നത് വിയറ്റ്നാമികളുടെ സങ്കേത സ്ഥലങ്ങളും. ഉയരത്തിൽ പറക്കുന്ന അമേരിക്കൻ വിമാനങ്ങൾ ആയിരക്കണക്കിന് സെൻസറുകൾ വർഷിക്കുന്നു. 600 മൈൽ വേഗത്തിൽ എറിയപ്പെടുന്ന കോലുകൾ നേരെ മണ്ണിനടിയിൽ തുളച്ചു കയറി പതിയിരിക്കുന്നു. റേഡിയോയുടെ ഏരിയലുകൾ പോലുള്ള ഒരു പ്ലാസ്റ്റിക് ഭാഗം മാത്രമാണ് വെളിയിൽ കാണുക. കാട്ടിലെ പച്ചയിൽ ചെറിയ ചെടിത്തണ്ടുകൾ പോലെ തോന്നിക്കുമിവ. വാസ്തവത്തിൽ റേഡിയോ പ്രക്ഷേപണമാണ് പതിഞ്ഞുകിടക്കുന്ന സെൻസറുകൾ നടത്തുന്നത്. മണ്ണിൽ തട്ടിയുണ്ടാകുന്ന ഏത് ശബ്ദവും തൽക്ഷണം ശേഖരിച്ചെടുത്ത് ദൂരെയുള്ള ഇലക്ട്രോണിക് സങ്കേതത്തിലേക്ക് അയച്ചു കൊടുക്കുന്നു. സങ്കേതത്തിലിരിക്കുന്ന കമ്പ്യൂട്ടർ ശബ്ദസഞ്ചങ്ങളെ പടങ്ങളായി രൂപാന്തരപ്പെടുത്തി ടെലിവിഷൻ പെട്ടിയിൽ കാണിക്കും. ലോറികളുടെ ചക്രങ്ങളുണ്ടാക്കുന്ന ശബ്ദം മാത്രമല്ല, വിയറ്റ്നാം പട്ടാളക്കാരുടെ ചവിട്ടടികൾ പോലും സെൻസർ കമ്പ്യൂട്ടറിന് അയച്ചു കൊടുക്കും. സങ്കേതത്തിലിരിക്കുന്ന വിദഗ്ധന്മാർ ഈ ടെലിവിഷൻ കാണുകയാണ് ചെയ്യുന്നത്. വിയറ്റ്നാമികളും അവരുടെ ലോറികളും ടാങ്കുകളും മറ്റും എവിടെയാണെന്ന് വിശദമായി ടെലിവിഷൻ അവരെ അറിയിക്കും. തുടർന്നുള്ള ആജ്ഞകൾ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കായി കൊടുക്കുന്നു. യന്ത്രങ്ങളുടെ നിർദ്ദേശങ്ങളനുസരിച്ച് ഒരു ഫാൻറ്റം ജെറ്റ് വിമാനം ചീറിപ്പോകുന്നു. കൃത്യം എവിടെ പോകുമെന്നുള്ള നിർദ്ദേശം കമ്പ്യൂട്ടറിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ എത്ര ബോംബുകൾ എവിടെയെല്ലാം ഇടണമെന്നും കമ്പ്യൂട്ടർ നിശ്ചയിച്ചിട്ടുണ്ട്. പൈലറ്റ് ശ്രദ്ധിക്കേണ്ടത് കമ്പ്യൂട്ടറിൽ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് മാത്രമാണ്. യുദ്ധത്തിൻ്റെ ചൂടേൽക്കാത്ത തായ്ലാൻഡ് പോലെയുള്ള രാജ്യങ്ങളായിരിക്കും കമ്പ്യൂട്ടറിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെയുള്ള വിമാനത്താവളങ്ങളിൽ നിന്നാണ് ജെറ്റുകൾ ആക്രമണത്തിനായിട്ട് പോകുന്നത്. ബോംബ് വർഷം കഴിഞ്ഞ് ഒരു ശത്രുവിനെ പോലും നേരിട്ട് കാണാതെ പൈലറ്റ് താവളത്തിൽ തിരികെ ചെന്ന് അവിടെ പതിവായുള്ള ഉല്ലാസങ്ങളിൽ ഏർപ്പെടുന്നു. അങ്ങ് ദൂരെ വിയറ്റ്നാമിലെ കാടുകളിൽ ബോംബ് വർഷമേറ്റ് മനുഷ്യർ മരിക്കുകയായിരിക്കും.
പക്ഷേ ഹോജിമിൻ ട്രെയിൻ ഇലക്ട്രോണിക് ശാസ്ത്രത്തെ അതിജീവിച്ചു. അമേരിക്കയുടെ ഓരോ പുതിയ നീക്കത്തിനും ചേർന്ന പ്രതിവിധികൾ വിയറ്റ്നാമികൾ കണ്ടുപിടിച്ചു. ധാരാളം നാശങ്ങളും നഷ്ടങ്ങളും അവർ സഹിച്ചു, പക്ഷേ പരാജയപ്പെട്ടില്ല. കാൽനടയായി പോകുന്ന വിയറ്റ്നാമി ഒളിപ്പോരാളികളെ കണ്ടെത്താൻ വിയർപ്പിൻ്റെയും മൂത്രത്തിൻ്റെയും മണം പിടിച്ചെടുത്ത് അറിയിക്കുന്ന സെൻസറുകൾ അമേരിക്ക ഉണ്ടാക്കി. എന്നാൽ നൂറുകണക്കിന് തൊട്ടികളിൽ മൂത്രം നിറച്ച് ഉപയോഗിക്കാത്ത കാടുകളിൽ കൊണ്ടുവച്ച് അമേരിക്കയുടെ കമ്പ്യൂട്ടറുകളെ വിയറ്റ്നാമികൾ പരാജയപ്പെടുത്തി. ഈ പാതകളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ലെന്ന് എഴുത്തുകാരൻ പറയുന്നുണ്ട്. ഈ വഴിയിലൂടെയാണ് അവരുടെ യാത്ര. ജീപ്പുകളും അവയിലുള്ള സജ്ജീകരണങ്ങളും കണ്ടപ്പോൾ ഹോജിമിൻ നാട്ടുവഴിയിൽ കൂടിയായിരിക്കുമോ ദക്ഷിണ വിയറ്റ്നാമിലേക്ക് കയറുന്നതെന്ന് സംശയിച്ചു. ഹിങ്ങിൻ്റെ ആകെയുള്ള പെരുമാറ്റം ശ്രദ്ധിച്ചപ്പോൾ സംശയം വർദ്ധിച്ചു. മാനേജറും ഫുങ്ങും ശാന്തതയിലാണ്. അതിഥികൾക്ക് യാതൊരു വിധത്തിലും ഉത്കണ്ഠയുണ്ടാക്കരുതെന്ന് അവർക്ക് നിർദ്ദേശമുണ്ടായിരിക്കണം. ഒന്നും വിഷമിക്കാനില്ലെന്നുള്ള മട്ടിൽ അവർ മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഹോജിമിൻ ട്രെയിൻ വഴിയല്ല, തീരപ്രദേശത്തു കൂടെയുള്ള 1-ാം നമ്പർ ഹൈവേ വഴിയാണ് പോകുന്നതെന്ന് മാത്രം അവർ പറഞ്ഞു. റെയിൽ സങ്കേതമായ ഫുലി വരെ പരിചയമുള്ള വഴിയായിരുന്നു. അവിടെ വെച്ച് കിഴക്കോട്ട് തായ്ബിന്നിലേക്കു തിരിയാതെ നേരെ തെക്കോട്ട് തന്നെ പോയി. ഫുലിയിൽ കണ്ട തകർച്ച പിന്നെ അങ്ങോട്ടുള്ള കെടുതികളുടെ ഒരു നാന്ദി മാത്രമായിരുന്നു. റോഡ് കിളച്ചിട്ടതുപോലെ തോന്നി. പലയിടത്തും ഒരടി ആഴത്തിൽ ചെളിയാണ്. അവിടെയൊക്കെ പാറക്കഷണങ്ങൾ വിതറിയിട്ടുണ്ട്, അല്ലെങ്കിൽ വണ്ടികൾ ചെളിയിൽ താണുപോകും. ഫുലി കഴിഞ്ഞ് നിൻബിൻ, തൻഹോവ, ദിയൻ ചൗ, വിൻ എന്നീ പട്ടണങ്ങൾ കടന്ന് ഹാദിൻ എന്ന സ്ഥലത്ത് രാത്രി 8 മണിയോടെ ചെന്നെത്താമെന്നായിരുന്നു പ്രതീക്ഷ. ഹനോയിൽ നിന്ന് ഹാദിന്നിയിലേക്ക് 350 കിലോമീറ്ററാണ് ദൂരം. അതായത് ഇവർ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് ഹാദിന്നിയിലേക്ക് 350 കിലോമീറ്ററാണ് ദൂരം. പിന്നെ അതിർത്തിയിലേക്ക് 250 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ പ്ലാൻ നടന്നില്ല. തെക്കോട്ട് പോകുന്തോറും റോഡിൻ്റെ ഭയാനകത കൂടി വന്നു. തായ്വരയായതുകൊണ്ട് ധാരാളം ഗ്രാമങ്ങളും പട്ടണങ്ങളും വഴി നീളെ ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഇന്ന് വഴിയിലുണ്ടായിരുന്ന ഗ്രാമങ്ങളും നഗരങ്ങളും വെറും ചെളിപ്രദേശങ്ങൾ മാത്രമായി തീർന്നിരുന്നു. പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമായി ചില മുളങ്കുടിലുകൾ അവിടെയിടങ്ങളിൽ പൊങ്ങി വരുന്നതായി കാണാൻ. റോഡിൻ്റെ വശങ്ങളിൽ മിക്കവാറും പാടങ്ങളാണ്. റോഡിന് സമാന്തരമായി പാടങ്ങളിൽ ബോംബുകൾ വീണ വലിയ കുഴികളുണ്ട്. അതിലൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തടുത്ത പല കുഴികൾ കാണുമ്പോൾ ഏതോ പാലത്തോടടുക്കുന്നു എന്നാണ് സൂചന. ഈ നാട്ടിൽ ഒരൊറ്റ പാലം പോലും ബാക്കിയില്ല. ചെറിയ കലുങ്കുകൾ വരെ തകർത്തിരിക്കുന്നു. വെള്ളത്തിൽ ആഴം കുറഞ്ഞ സ്ഥലം കണ്ടാൽ അവിടെ വണ്ടി ഇറക്കി അക്കരെ കടക്കും. ചിലപ്പോൾ വെള്ളത്തിനടിയിൽ ഒരു ലോറിയുടെ വീതിയിൽ കല്ലുകൾ പാകിയിരിക്കും. ശക്തിയായി വണ്ടിയെ ഇളക്കി കുലുക്കുമെങ്കിലും താണുപോകാതെ അക്കരെ പറ്റിക്കാൻ കല്ലുകൾ സഹായിക്കും. ബോംബുകൾ ഇങ്ങനെ നടത്തുന്ന മൊത്തസംഹാരം ഏത് നാട്ടിലും ഗതാഗത കുഴപ്പമുണ്ടാക്കും. നദികളും പാടങ്ങളും നിറഞ്ഞ വിയറ്റ്നാമിൽ പ്രത്യേകിച്ചും ഗതാഗത കുഴപ്പമുണ്ടാക്കും. ഇത്തരം വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്തതിനാൽ റഷ്യയിലും ചൈനയിലും നിർമ്മിച്ച വലിയ പട്ടാള ലോറികളും ജീപ്പുകളും മാത്രമാണ് ഗതാഗതത്തിനായി ഉപയോഗിച്ചിരുന്നത്. സാധാരണ വണ്ടികൾ 1 മണിക്കൂറിനകം ടയറ് പൊട്ടി ആക്സിലൊടിഞ്ഞ് വീണു പോകും. ഈ വഴിയിൽ കണ്ട വാഹനങ്ങൾക്കും ഡ്രൈവർമാർക്കും അരക്ഷിതാവസ്ഥയിലുള്ള ജീവിതം നിത്യാഭ്യാസമായിരുന്നു. എൻ്റെ എല്ലുകൾ ഞെരിഞ്ഞു കരഞ്ഞു. ശ്വാസം പിടിച്ചുകൊണ്ടാണ് തള്ളിവിട്ടത്. ഓരോ തട്ടും മുട്ടും കഴിയുമ്പോൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗം തിരുമണം. ചിലപ്പോൾ പാറക്കല്ലുകളുടെ മുകളിൽ ജീപ്പ് താണ്ഡവ നൃത്തം ചെയ്യുമ്പോൾ തല ഇരുമ്പ് കമ്പിയിൽ അടിക്കും. അതു തടയണമെങ്കിൽ ഒരു കൈകൊണ്ട് മുൻപിലുള്ള സീറ്റിലും മറ്റേ കൈകൊണ്ട് തലയ്ക്കു മുകളിലും പിടിക്കണം. പക്ഷേ അങ്ങനെ സർക്കസ് കാണിച്ചാൽ ഒരു കുഴപ്പമുണ്ട്. കുഴിയിൽ ചെന്ന സമയങ്ങളിൽ വയറു വാരിപ്പിടിക്കാൻ കൈയില്ലാതെയാവരും. ഈ ജീപ്പ് വലിയ പാറക്കല്ലിൻ്റെ മുകളിലൂടെയൊക്കെ പോകുമ്പോൾ ജീപ്പ് കുലുങ്ങും. അപ്പോൾ ഇതിലുള്ള ഉള്ളിലുള്ള ആൾക്കാരുടെയൊക്കെ തല ഇരുമ്പ് കമ്പിയോടൊക്കെ പോയിട്ട് അടിക്കും. ഇങ്ങനെ നിസ്സഹായനായി മുൻപിൽ കിടക്കുന്ന റോഡിലേക്ക് നോക്കും. യാതൊരു ദാക്ഷിണ്യവും കാണിക്കാതെ അത് കിളച്ചും മറിഞ്ഞ് നീണ്ടു കിടക്കും. മുട്ടും മുഴയും തട്ടും തിരുമ്മും തുടരും. ഒരു പ്രാവശ്യം
രാഘവൻ്റെ തല കമ്പിയിൽ ഇടിച്ചത് നല്ല ശക്തിയോടെയായിരുന്നു. ശബ്ദം കേട്ട മറ്റുള്ളവർക്ക് അതിൻ്റെ വിഷമം ഉള്ളിലേക്ക് ചൊരിഞ്ഞു കയറിയപ്പോൾ അദ്ദേഹം കാര്യമായ വേദന അനുഭവിച്ചിരിക്കണം. ഏതായാലും തല പൊട്ടിയില്ല. ഒന്ന് തിരുമ്മിയിട്ട് പല്ലും കടിച്ചിരിക്കുന്നത് കണ്ടു. 4-5 മൈലുകൾ മാത്രമുള്ള യാത്രയാണെങ്കിൽ ഇങ്ങനെയുള്ള മാരണങ്ങൾ സാരമില്ല. എന്നാൽ അവരുടെ സ്ഥിതി അതല്ല. നാഗർകോവിലിൽ നിന്ന് കാസർഗോഡ് വരെയാണ് തലയിടിക്കുന്നതും എല്ലു കരയുന്നതും. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. അതായത് അവർക്ക് പോവുകയും ചെയ്യണം, എന്നാൽ യാത്ര വളരെ ദുഃഖകരവുമാണ്. ദുർഘടമായ വഴിയിലൂടെയുള്ള യാത്ര എഴുത്തുകാരനും സുഹൃത്തിനും കഠിനമായ പരീക്ഷണമായി. എന്നാൽ അവരുടെ സഹയാത്രികർ വളരെ ശാന്തരായിരുന്നു. മാനേജറുടെയും ഫൂങ്ങിൻ്റെയും മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ലായിരുന്നു. ഒരു ദിവസം പോലും അല്പമെങ്കിലും ക്ഷീണവും കണ്ടില്ല. കൊല്ലങ്ങളായി ഈ യാത്രകൾ ചെയ്യുന്നത് കാരണം ഓരോ കുഴിയും പാറക്കഷണവും അവർക്ക് പരിചയമുള്ള പോലെ തോന്നി. പരിചയം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അടുത്ത ഭാഗം പാർട്ട് 2 ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. താങ്ക് യു ഓൾ.